ശരിക്കും കുട്ടികൾ എത്ര സമയം ഉറങ്ങണം ശരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടികളെ ഏറ്റവും പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വല്ലാത്തൊരു നമുക്ക് ആലോചിക്കുമ്പോൾ, നമ്മുടെ കുട്ടിക്കാലം ആലോചിക്കുമ്പോഴും നമ്മളൊക്കെ വീട്ടുകാരൊക്കെ പറയും നേരത്തെ എഴുന്നേൽക്കും നല്ല കുട്ടി എന്നൊക്കെ പറയും. രാവിലെ എണീറ്റ് പഠിക്കണം, അതാണ് നല്ല കുട്ടിയുടെ. അതെ അതെ. പക്ഷെ അതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. ഒരു കുട്ടിയെ ശരിക്കും പറഞ്ഞ കുട്ടി എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? അതാണ് കുട്ടിയുടെ ടൈം. കുട്ടികൾ അങ്ങനെ എപ്പോഴും ഉറങ്ങുകയാണ് വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് കുട്ടിയെ എഴുന്നേൽപ്പിക്കുന്നു, എന്നിട്ട് വലിയ ബാഗും തൂക്കി സ്കൂളിലേക്ക് വിടുകയാണ്. അതൊരു വലിയൊരു മനുഷ്യാവകാശ ലംഘനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള മനുഷ്യരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരും അതുപോലെ തന്നെ വൈകി എഴുന്നേൽക്കുന്നവരും. നമ്മൾ ഗോത്രങ്ങളിലും ഒക്കെ ജീവിച്ച കാലഘട്ടങ്ങളിലും കാടുകളിലൊക്കെ താമസിക്കുന്ന സമയങ്ങളിൽ കുറേ ആളുകൾ കാവലിരിക്കും, ഉറങ്ങാതെ കാവലിരിക്കും. ഇത് മറ്റേ ഒരു അതെ കാവലിരിക്കാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാത്രികളില് ഏതെങ്കിലും ജീവികൾ വരും, അല്ലെങ്കിൽ വേറെ ഗോത്രക്കാർ ആക്രമിക്കും. ശരിയാണ്. അപ്പൊ എല്ലാവരും ഉറങ്ങിപ്പോയി കഴിഞ്ഞാല് അക്രമം വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കുറച്ചു പേര് ഉറങ്ങാതിരിക്കും. ഉറങ്ങുന്നവർ എഴുന്നേറ്റ് കഴിഞ്ഞാല് എഴുന്നേറ്റിരിക്കുന്നവർ വീണ്ടും ഉറങ്ങും. ഈ രാത്രിയിൽ ചിലർ 2 മണിക്ക് ഉറങ്ങുന്ന ആളുകളൊക്കെ, ഇപ്പൊ ഞാൻ രാത്രിയിലൊക്കെ നേരം വൈകി ഉറങ്ങുന്നതാണ്. അപ്പൊ കാരണം എന്റെ ജനറ്റിക് അങ്ങനെയാണ്. കാരണം ഞാൻ കാവലിരുന്ന ജനറ്റിക് ആയിരിക്കുന്നത്. നമ്മളെ സമൂഹത്തില് ഗ്രാമങ്ങളിലും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കുട്ടിയല്ല രാവിലെ, കാരണം നീ രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളതാണ്. ശേഷം ഉറങ്ങാന്ന് പറയുന്നത് നല്ല സ്വഭാവമല്ല. അതെന്ന് വെച്ചാൽ ഗ്രാമത്തിലൊക്കെ ഞാൻ ചേട്ടാവധി വരും എന്ന് പറയും. കിട്ടുന്നതായിരിക്കുമല്ലോ ചേട്ടാവധി വരും എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് വളരെ തെറ്റാണ്. ഇത് കുട്ടികളെ പേടിപ്പിക്കുന്ന തുല്യമാണ്. അപ്പോ ഈ കാര്യങ്ങളാണ്.